ആ മിനിസ്റ്ററുടെ ആൾക്കാരെ ഇനി നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. ഈ പെൺഡ്രൈവ് അങ്ങ് എടുത്തു കൊടുത്താൽ ആ ശല്യം തീരുമല്ലോ. ഈ ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയാലേ നീ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ശരിയാണ്, നമുക്കല്ലാതെ തന്നെ നോക്കാം. ഇവിടെ അടുത്തല്ലേ ഒരു പെൺകുട്ടി ആസിഡ് കഴിച്ച് മരിച്ചത്? അതെ. ഇവിടെ അടുത്ത. എന്തൊരു കഷ്ട, ആലോചിക്കാൻ പോലും വയ്യ. നിങ്ങൾ അങ്ങോട്ടാണോ? ഏയ് അല്ല, വാർത്തയിൽ കണ്ടതാ. സ്ഥലപ്പേര് കണ്ടപ്പോ ഇവിടെയാണല്ലോ എന്ന് ഓർത്തു. എവിടെയാ വീട്? ഇവിടുന്നൊരു 300 മീറ്റർ അങ്ങോട്ട് പോയാൽ മതി. അറിയാവുന്ന വീട്ടുകാരാണോ? അറിയാം, അവരൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ലെന്നേ. പിന്നെ അവിടുത്തെ ജോലിക്കാരി ഇടയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരും. ലീല എന്ന അവരുടെ പേര്. ആ വീട്ടുകാരെ ഒരു മനുഷ്യ പറ്റില്ലാത്ത കൂട്ടരാ. എന്നാ ശരി. അവരെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. കിരൺ, എനിക്ക് ഈ സ്ത്രീയെ അറിയാം. നമുക്കൊന്ന് ചോദിച്ചാലോ? മോളെ, ചേച്ചി സീതമ്മയല്ലേ? അതെ. ചേച്ചി, ഞാൻ വിനീതയുടെ കൂട്ടുകാരിയാ. വീട്ടിൽ വന്നപ്പോ ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവള് ചേച്ചിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിനീതയോ? അതെ. എന്റെ ദൈവമേ, എന്റെ കൊച്ചിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ചേച്ചി. അവൾ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയല്ല മോളെ, ആ വീട്ടിലൊന്ന് സംസാരിക്കാൻ പോലും ആ കൊച്ചിന് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ചേച്ചിയോട് വിനീത എല്ലാം പറഞ്ഞിട്ടുണ്ടോ? കൊറേയൊക്കെ എനിക്കറിയാം. അയൽവക്കത്ത് എന്നോട് മാത്രമേ വിനീതക്കൊച്ച് സംസാരിക്കത്തുള്ളായിരുന്നു. അതും അമ്പലത്തിലോ മറ്റോ വെച്ച് കാണുമ്പോ. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട്. എന്താ ചേച്ചി? ഞാനിതൊക്കെ പറഞ്ഞു എന്ന് ആരോടും പറയല്ലേ മോളെ. അവരൊക്കെ വലിയ പിടിപാടുള്ള ആൾക്കാരാ. ഇല്ല ചേച്ചി, ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല. ഇത് മോളുടെ ഭർത്താവാണോ? അതെ. ഈ കൊച്ചിനെയൊന്നും അങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ മോനെ. ഇല്ല. അല്ല, ഞാനാ സീതമ്മയെന്ന് മോക്കെങ്ങനെ മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ നോക്കിയപ്പോ ചേച്ചി ഇതിലേ വരുന്നത് കണ്ടു. അതാ ഞാൻ വന്ന് സംസാരിക്കാന്ന് വിചാരിച്ചത്. എന്നാ പിന്നെ ശരി മോളെ, ഞാൻ പോട്ടെ. നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ആയല്ലോ. ആയി. ഇനി വേണ്ടത് തെളിവുകളാ. അത് നമുക്ക് കിട്ടും. പെൻഡ്രൈവ് എടുത്തു കൊടുത്തില്ലെങ്കിൽ താര് സമാധാനം തരില്ല. പൂർണിമ ഇവിടെ ഇല്ലാത്ത സമയത്തെ അതിനൊരു അവസരമുള്ളൂ.
ആ പെൺഡ്രൈവ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് മേനോന് കൊടുത്തേ പറ്റൂ. ചേച്ചി അത് എവിടെ കൊണ്ടാണോ വെച്ചിരിക്കുന്നത്? പൃഥ്വി എന്താ ഇവിടെ? പൃഥ്വി എന്തായിരിക്കും തപ്പുന്നത്? പൃഥ്വി ആ? എന്താ നോക്കുന്നേ? നീ എന്താ ഇവിടെ? പൃഥ്വി എന്താ ഇവിടെ? ആ, ആ, ആ. ചേച്ചിയില്ലാത്ത സമയത്ത് പൃഥ്വി എന്താ ഇവിടെ തപ്പുന്നേ? ആ, അത് ഞാൻ ആ പെൺഡ്രൈവ് നോക്കിയതാ. എന്തിന്? ആ, 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 ആ മിനിസ്റ്ററുടെ ആൾക്കാരെ ഇനി നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. ഓ. ഈ പെൺഡ്രൈവ് അങ്ങ് എടുത്തു കൊടുത്താ ആ ശല്യം തീരുമല്ലോ. ഉം. ഈ ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയാലേ നീ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ല, എന്നിട്ട് പെൺഡ്രൈവ് കിട്ടിയോ? ഇല്ലെന്നേ. എന്നാ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഏ? ആ, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ പൃഥ്വിനെ താഴെയൊക്കെ നോക്കി, പക്ഷെ അവിടെ കണ്ടില്ല. ഇനിയിപ്പോ ചേച്ചിയുടെ റൂമിലുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ആ ശരി ശരി ശരി, നമുക്ക് നോക്കാം. വാ. ഞാൻ ഇവിടെ നോക്കാം, പൃഥ്വി അവിടെ നോക്കാം.